എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുവാനായിട്ട് പോകുന്നത് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഡേറ്റാ സെറ്റ്. അപ്പോൾ എന്താണ് ഡേറ്റാ സെറ്റ് എന്ന് പറയേണ്ടി വരും. ഫോർ എക്സാമ്പിളായിട്ട് ഞാനൊരു ഡേറ്റാ സെറ്റ് നൽകാം. ഒരു കോളേജ് കൺസിഡർ ചെയ്യുക. ഒരു കോളേജിലുള്ള സ്റ്റുഡൻസിൻ്റെ ഹൈറ്റ് നമുക്ക് എടുക്കാം. സെൻറ്റിമീറ്ററിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഹൈറ്റ്. ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഹൈറ്റ് ഏകദേശം എത്രയായിരിക്കും? നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കാം. 162 സെൻറ്റിമീറ്റർ. മറ്റൊരു സ്റ്റുഡൻറ്റിൻ്റേത് 165 സെൻറ്റിമീറ്റർ. മറ്റൊരു സ്റ്റുഡൻറ്റിൻ്റേത് 155 സെൻറ്റിമീറ്റർ, എക്സെട്ര. ആ ഒരു കോളേജിൽ 1000 പേരുണ്ടെന്ന് കരുതുക. അപ്പോൾ ഈ 1000 പേരുടെ ഹൈറ്റ് ഞാൻ എഴുതുകയാണ്. ലാസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1000th സ്റ്റുഡൻറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 149 സെൻറ്റിമീറ്റർ ആണെന്ന് കരുതുക. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഓർഡർ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഓക്കെ, 162 കഴിഞ്ഞിട്ട് 165, അത് കഴിഞ്ഞിട്ട് 155. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഓർഡർ ഒന്നുമില്ല. ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും ഹൈറ്റ് മെഷർ ചെയ്യുന്നു, നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഈ 1000 പേരുടെയും ഹൈറ്റ് വെച്ചിട്ട് ഈ 1000 സ്റ്റുഡൻസിൻ്റെയും ഹൈറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ വാല്യൂ ഉണ്ടോ? അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുമോ? അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കില്ല ആ ഒരു കോളേജിൽ സ്റ്റുഡൻറ്റിൻ്റെ ഏകദേശം ഹൈറ്റ് എന്നുള്ളത് ഫോർ എക്സാമ്പിൾ 165 സെൻറ്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ 169 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അത്തരത്തിൽ ഒരു വലിയ ഡേറ്റാ സെറ്റ് എടുക്കുകയും ആ ഡേറ്റാ സെറ്റിൽ നമ്മൾക്കൊരു സിംഗിൾ വാല്യൂ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു വാല്യൂവിനെ നമ്മൾക്ക് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് വിളിക്കാം. അപ്പോൾ ആ ഒരു മുഴുവൻ ഡേറ്റയുടെയും ഒരു സെൻട്രൽ പോയിൻ്റായിട്ട് നമ്മൾക്ക് ഈ ഒരു ആവറേജിൽ വിളിക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയെ പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി നമ്മൾക്ക് ഒരു ഡേറ്റാ സെറ്റ് നൽകി കഴിഞ്ഞാൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക? ഇപ്പോൾ ഇവിടെ ഞാൻ 1000 ഡേറ്റ ഇവിടെ നൽകിയിട്ടുണ്ട്. 162, 165, 155 എന്ന് പറഞ്ഞിട്ട് വ്യത്യസ്തമായിട്ടുള്ള വാല്യൂസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു ആവറേജ് കണ്ടുപിടിക്കുക. ആവറേജ് എന്ന് പറയുന്നത് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് ഒന്ന് തന്നെ കേട്ടോ. നമ്മൾ ആവറേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾ മുൻപ് പഠിച്ചിട്ടുള്ളത് വെച്ചിട്ടാണെങ്കിൽ, മനസ്സിലാക്കിയിട്ടുള്ളത് വെച്ചിട്ടാണെങ്കിൽ ആവറേജ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ജസ്റ്റ് വാല്യൂസ് എല്ലാം തന്നെ സം ചെയ്യുന്നു അല്ലേ. 162 പ്ലസ് 165 പ്ലസ് 155 പ്ലസ് എക്സെട്ര അപ് ടു 149 ദ ഹോൾ ഡിവൈഡഡ് ബൈ എത്രയുണ്ട്? 1000 ഒബ്സർവേഷൻസ് ആണ് ഉള്ളത്, 1000 ഡേറ്റ ആണ് ഉള്ളത്. ദ ഹോൾ ഡിവൈഡഡ് ബൈ 1000 ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? ആവറേജ് കിട്ടും. അത് ഒരു തരത്തിലുള്ള ആവറേജ് ആണ്. ആവറേജ് എന്ന് പറയുന്ന ഒരു വാക്കാണ്. ആ ഒരു ആവറേജ് എന്ന് പറയുന്ന വാക്കിന് കീഴിലായിട്ട് വിവിധ തരത്തിലുള്ള ആവറേജുകളുണ്ട്. നമ്മൾ ഈ ആദ്യം തന്നെ പഠിക്കുന്നത് അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്ന ഒരു ആവറേജ് ആണ്. അരിത്മെറ്റിക് മീൻ പോലെ വ്യത്യസ്തമായിട്ടുള്ള വേറെയും മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഉണ്ട്. ആ ഒരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസികളെ കുറിച്ചാണ് നമ്മൾക്ക് പഠിക്കുവാനായിട്ട് ഉള്ളത്. ഇനി അത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസികൾ ഏതൊക്കെയാണെന്ന് നോക്കുക. അരിത്മെറ്റിക് മീൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അരിത്മെറ്റിക് മീനാണ്. സാധാരണ രീതിയിൽ നമ്മൾ മീൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആവറേജ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്നത് ഈ അരിത്മെറ്റിക് മീനാണ്. എല്ലാ ഒബ്സർവേഷൻസും സം ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത്, അതാണ് അരിത്മെറ്റിക് മീൻ. നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്ന ഒരു ആവറേജ് എന്ന് പറയുന്നതും മീൻ എന്നെല്ലാം വിളിക്കുന്നത് ഈ അരിത്മെറ്റിക് മീനെയാണ്. മറ്റൊന്നാണ് ജോമെട്രിക് മീൻ. പിന്നെ ഹാർമോണിക് മീനുണ്ട്, മീഡിയൻ ഉണ്ട്, മോഡുണ്ട്, പിന്നെ ക്വാണ്ടൈൽസ് എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. ക്വാർട്ടൈൽസ് ഇതിൽ വരുന്നുണ്ട്, ഒക്ടൈൽസ്, ഡെസൈൽസ്, പെർസെൻറ്റൈൽസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി എല്ലാം തന്നെ നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആദ്യത്തെ 5 എണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ 6ാമത് വെച്ചിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്ന്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഒന്നൊന്നുമില്ല. ഈ ഒരു ഭാഗത്ത് ഉള്ള എല്ലാ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ കൂടുതലായിട്ടും നമ്മൾക്ക് ഫോക്കസ് ചെയ്യേണ്ടി വരിക അരിത്മെറ്റിക് മീൻ വെച്ചിട്ടാണ്. പലപ്പോഴും എക്സാമുകൾക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള കൂടുതൽ ചോദ്യങ്ങളും അരിത്മെറ്റിക് മീൻ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് അരിത്മെറ്റിക് മീൻ എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് ആദ്യം പഠിക്കുവാനായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ പഠിക്കുന്നതിന് മുന്നോടിയായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ ചില കാര്യങ്ങളുണ്ട്. എല്ലാ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. ഇതിലേതാണ് നമ്മൾ കാണേണ്ടത്? ഞാൻ നേരത്തെ ഒരു 1000 ഡേറ്റ അവിടെ നൽകിയിട്ടുണ്ടല്ലോ അല്ലേ, 1000 സ്റ്റുഡൻസിൻ്റെ ഹൈറ്റ്. ഇത് വെച്ചിട്ട് നമ്മളൊരു ആവറേജ് കാണുകയാണ്, ഒരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി കാണുകയാണ്. അതിലേത് കാണണം? അരിത്മെറ്റിക് മീൻ കാണണോ? ജോമെട്രിക് മീൻ കാണണോ? ഒരു സിംഗിൾ വാല്യൂ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ആ സിംഗിൾ വാല്യൂ ഏത് വേണം? ഇതെല്ലാം ഒന്ന് തന്നെ ആകണമെന്നില്ല. നമ്മൾ അരിത്മെറ്റിക് മീൻ കാണുന്നു, ജോമെട്രിക് മീൻ കാണുന്നു. അരിത്മെറ്റിക് മീനും ജോമെട്രിക് മീനും ഒരേ വാല്യൂ കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അത്തരത്തിൽ ഏതൊരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ് ഉപയോഗിക്കേണ്ടത്? അതിൽ ഈ കൂട്ടത്തിൽ ഏതാണ് നല്ലത്? വ്യത്യസ്തമായിട്ടുള്ള ഡാറ്റാ സെറ്റുകളിൽ നമ്മൾക്ക് ഓരോ
ഫോർ എക്സാമ്പിൾ ഒരു ഡാറ്റാ സെറ്റിന് ചിലപ്പോൾ അരിത്തമെറ്റിക് മീൻ ആയിരിക്കും നല്ലത്, എന്നാൽ മറ്റൊരു ഡാറ്റാ സെറ്റിന് അരിത്തമെറ്റിക് ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല. അവിടെ ചിലപ്പോൾ ജോമെട്രിക് മീൻ ആയിരിക്കും കുറച്ചുകൂടി നല്ലൊരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. അപ്പോൾ ഈ നല്ലത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ഗുഡ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്താണ്? അതിനെപ്പറ്റി നമുക്ക് പഠിക്കാം. ഇനി നല്ലൊരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിക്ക് വേണ്ടുന്ന പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഇറ്റ് ഷുഡ് ബി റിജിഡ്ലി ഡിഫൈൻഡ്, അല്ലെങ്കിൽ ക്ലിയർ ആൻഡ് അൺഅംബിഗ്വസ് ആയിരിക്കണം. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് അർത്ഥം എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. റിജിഡ്ലി ഡിഫൈൻഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ക്ലിയർ ആൻഡ് അൺഅംബിഗ്വസ് ആകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഞാനൊരു പെർട്ടിക്കുലർ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയുടെ ഫോർമുല എൻ്റെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് ഞാൻ ഒരു 1000 പേരുടെ ഹൈറ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ആ ഒരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. എനിക്ക് കിട്ടുന്ന വാല്യൂവും നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂവും എന്തായിരിക്കണം? ഒന്നായിരിക്കണം. ഞാൻ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന വാല്യൂവും നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂവും 2 ആയി കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അതൊരു നല്ല മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ല. ഒരുപോലെ വരണം, ഒരേ ആൻസർ തന്നെ വരണം. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ക്ലിയർ ആൻഡ് അൺഅംബിഗ്വസ് എന്നതിനർത്ഥം, അല്ലെങ്കിൽ റിജിഡ്ലി ഡിഫൈൻഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇങ്ങനെ ചോദിക്കും. താഴെ കൊടുത്തിരിക്കുന്നതിൽ അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് എ ഗുഡ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി? നല്ലൊരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിക്ക് വേണ്ടുന്ന പ്രോപ്പർട്ടി അല്ലാത്ത ഏതാണ്? ഒരു ഓപ്ഷനായിട്ട് ഇറ്റ് ഈസ് ക്ലിയർ, മറ്റൊരു ഓപ്ഷനായിട്ട് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ക്ലിയർലി ഡിഫൈൻഡ്, അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷനായിട്ട് ഇറ്റ് ഈസ് അംബിഗ്വസ്. അൺഅംബിഗ്വസ് ആകണമെന്നാണ്, അംബിഗ്വസ് ആകണമെന്നല്ല, അൺഅംബിഗ്വസ് ആകണമെന്നാണ്. അതുപോലെ ഇറ്റ് ഷുഡ് ബി റിജിഡ്ലി ഡിഫൈൻഡ് എന്നാണ്. ഓക്കെ, ഒരു ഓപ്ഷനായിട്ട് ഇറ്റ് ഷുഡ് നോട്ട് ബി റിജിഡ്ലി ഡിഫൈൻഡ്, അങ്ങനെ കൊടുക്കുകയാണെങ്കിലോ അല്ലേ? അപ്പോൾ അത്തരത്തിൽ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് കൃത്യമായിട്ട് തന്നെ. വളരെ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റാണ്. വലിയ വലിയ ഫോർമുലാസോ നമ്മുടെ തല ഒരുപാട് അങ്ങനെ ആലോചിക്കേണ്ടതൊന്നും വരുന്നില്ല. പക്ഷേ ഈ ഒരു വാക്കുകൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കില്ല. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, പക്ഷേ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കാതെ പോകും. ഓക്കെ, സോ എന്താണ് ഫസ്റ്റ് പ്രോപ്പർട്ടി? ഇറ്റ് ഷുഡ് ബി റിജിഡ്ലി ഡിഫൈൻഡ്, അഥവാ ക്ലിയർ ആൻഡ് അൺഅംബിഗ്വസ് ആയിരിക്കണം. അംബിഗ്വസ് അല്ല, അൺഅംബിഗ്വസ്. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് അല്ലേ? ഇറ്റ് ഷുഡ് ബി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് കാൽക്കുലേറ്റ് ഈവൻ ഫോർ എ നോൺ മാത്തമാറ്റിക്കൽ പേഴ്സൺ. മാത്തമാറ്റിക്സിൻ്റെ ആ ഒരു വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയാത്ത ഒരു വ്യക്തിക്കാണെങ്കിൽ പോലും, മാത്തമാറ്റിക്സ് ഒന്നും അറിയാത്ത ഒരു വ്യക്തിക്കാണെങ്കിൽ പോലും അത് പെട്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. അതിൻ്റെ ഫോർമുല എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കണം, പെട്ടെന്ന് അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, അതാണ് നല്ലൊരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിക്ക് വേണ്ടുന്ന ഒരു പ്രോപ്പർട്ടി. മറ്റൊരു പ്രോപ്പർട്ടി എന്ന് പറയാൻ സാധിക്കുന്നത് ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻസ്. നമ്മുടെ ഫോർമുല എടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ അരിത്തമെറ്റിക് മീൻ്റെ ഫോർമുലയിൽ നമ്മൾ എല്ലാ ഒബ്സർവേഷൻസിൻ്റെയും വാല്യൂസും നമ്മൾ സം ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ എല്ലാ ഒബ്സർവേഷനും അവിടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അത്തരത്തിൽ ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻസ്, എല്ലാ ഒബ്സർവേഷനും അവിടെ ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഇനി അടുത്തതായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് ഫർദർ അൾജിബ്രൈക് ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് 100 പേരുള്ള ഒരു ക്ലാസ് കൺസിഡർ ചെയ്യാം. ആ 100 പേരിൽ നമുക്ക് 48 ഗേൾസ് ഉണ്ട്, ബാക്കി 52 ബോയ്സ് ഉണ്ട്. ഈ 48 ഗേൾസിൻ്റെ ആ ഒരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഞാൻ ഉപയോഗിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ അരിത്തമെറ്റിക് മീൻ ഉപയോഗിക്കുകയാണ്. അരിത്തമെറ്റിക് മീൻ ഞാൻ AM നേടുകയാണ്. അരിത്തമെറ്റിക് മീൻ ഓഫ് ഗേൾസ്. ഇനി ബോയ്സിൻ്റെ അവരുടെ ഞാൻ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്തു, അരിത്തമെറ്റിക് മീൻ ഓഫ് ബോയ്സ്. അപ്പോൾ ഈ 2 വാല്യൂസും എൻ്റെ അടുത്തുണ്ട്. ഇനി ഈ 2 വാല്യൂസും വെച്ചുകൊണ്ട് ഈ ടോട്ടൽ 100 സ്റ്റുഡൻസിൻ്റെയും കമ്പൈൻ ചെയ്തിട്ടുള്ള അരിത്തമെറ്റിക് മീൻ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. ഇത്തരത്തിലുള്ള ഫോർമുലാസ് ഉണ്ട്. കമ്പൈൻഡ് മീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോർമുലാസ് ഉണ്ട്. സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ഇനി ഫർദർ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ അരിത്തമെറ്റിക് മീൻ എല്ലാം തന്നെ വിവിധ തരങ്ങളിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. അതാണ് ഇവിടെ ആ ഒരു കേപ്പബിൾ ഓഫ് ഫർദർ അൾജിബ്രാക് ട്രീറ്റ്മെന്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, മാത്തമാറ്റിക്കലുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് പിന്നീട് ഉപയോഗിക്കാനായിട്ട് സാധിക്കണം. ഓക്കെ, അതാണ് ഒരു പ്രോപ്പർട്ടി ആയിട്ടുള്ളത്. ഇനി അടുത്തൊരു പ്രോപ്പർട്ടി എന്നുള്ളത് ഇറ്റ് വിൽ ബി ലീസ്റ്റ് അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. എന്താണ് ഈ എക്സ്ട്രീം വാല്യൂസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എക്സ്ട്രീം വാല്യൂസ് ഞാനൊരു ഡാറ്റ സെറ്റ് നൽകാം, അതിൽ നിന്ന് എക്സ്ട്രീം വാല്യൂസ് ഒന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ 48 ഒരു എക്സാമ്പിളായിട്ട് ചില വാല്യൂസോടെ കൊടുക്കുകയാണ്. 48, 48.5, പിന്നെ 46, 50, പിന്നെ 100, പിന്നെ 2. ഇതിൽ ഈ 100 എന്ന് പറയുന്നത് 100ഉം 2ഉം എല്ലാം തന്നെ എന്താണ്? എക്സ്ട്രീം വാല്യൂസ് ആണ്. എക്സ്ട്രീം വാല്യൂ എന്ന് പറയുന്ന സമയത്ത് ഏറ്റവും അവസാനം എഴുതിയ വാല്യൂ എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കരുത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേറെ വാല്യൂസ് ഒക്കെ കേട്ടോ. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ ഒരു 50 എഴുതാം.
ഓക്കെ, ഏറ്റവും അറ്റത്തുള്ള വാല്യൂ എന്നതല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ ബാക്കിയുള്ള വാല്യൂസ് നോക്കുക. ബാക്കിയുള്ള വാല്യൂസ് എല്ലാം തന്നെ ഏകദേശം ഒരു 50-നടുത്തായിട്ട് അല്ലേ, അല്ലെങ്കിൽ 48-49-നടുത്തായിട്ടുള്ള വാല്യൂസ് ആണ് വരുന്നത്. എന്നാൽ 100 എന്ന് പറയുന്നത് കുറച്ച് മാറിയിട്ടുള്ള വാല്യൂ ആണ്. 2 എന്ന് പറയുന്നതും അല്ലേ, രണ്ടറ്റത്ത് നമ്മൾ ഒരു അസെൻഡിങ് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ബാക്കിയുള്ള വാല്യൂസ് എല്ലാം ഏകദേശം ഒരു 48 അല്ലെങ്കിൽ 46-നും 50-നും ഇടയ്ക്കായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഈ പറയുന്ന 100-ഉം 2-ഉം എന്താണ്, ഒരു ബന്ധവുമില്ല. രണ്ടും തന്നെ എക്സ്ട്രീം വാല്യൂ. ഒന്ന് ചെറിയ വാല്യൂ എന്ന രീതിയിൽ എക്സ്ട്രീം ആയിരുന്നു, മറ്റൊന്ന് വലിയ വാല്യൂ എന്ന രീതിയിൽ എക്സ്ട്രീം ആയിരിക്കുന്നു. അപ്പോൾ അരിത്മെറ്റിക് മീൻ എല്ലാം തന്നെ ഈ പറയുന്ന എക്സ്ട്രീം വാല്യൂസിനാൽ അഫക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ്. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് കോൺസെപ്റ്റ് ഒരു ക്ലാസ് കൺസിഡർ ചെയ്യാം. ആ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ആ ക്ലാസ്സിൽ എന്താണ്, അംബാനിയുടെ മകനും പഠിക്കുന്നുണ്ടെന്ന് കരുതുക. ഓക്കെ, നമ്മളുടെ എല്ലാവരുടെയും തന്നെ പാരൻസിൻ്റെ ഇൻകം എടുക്കുകയാണ്. ഇൻകം വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ആവറേജ് കണ്ടുപിടിക്കുകയാണ്. അവിടെ അരിത്മെറ്റിക് മീൻ ഉപയോഗിക്കുകയാണ്. എല്ലാവരുടെയും പാരൻസിൻ്റെ ഇൻകം ടോട്ടൽ സം കാണുന്നു. ഇത് ഓൾ, ഫോർ എക്സാമ്പിൾ അവിടെ 50 പേരേ ഉള്ളൂ. ഇത് ഓൾ ഡിവൈഡ് ബൈ 50 ചെയ്യുന്നു. എന്തായിരിക്കും സംഭവിക്കുക? ആ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിൻ്റെ പാരൻസിൻ്റെ ആ ഒരു ഇൻകം എന്നുള്ളത് ചിലപ്പോൾ കോടികളെന്നായിരിക്കും കാണിക്കുക. പക്ഷെ എല്ലാവരും അങ്ങനെയാണോ? അല്ല. അത് ഒരാളുടെ വളരെ വലിയൊരു വാല്യൂ ആയതുകൊണ്ട് തന്നെ ഈ അരിത്മെറ്റിക് മീനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ മൊത്തത്തിൽ ആ ഒരു വാല്യൂവിനെ അത് ബാധിക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് അഫക്റ്റിംഗ് അല്ലേ, ഈ എക്സ്ട്രീം വാല്യൂ ആ ഒരു അരിത്മെറ്റിക് മീൻ കാണുന്ന സമയത്ത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ നല്ലൊരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന സമയത്ത് അങ്ങനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല എന്നതാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും ഈ പറയുന്ന പ്രോപ്പർട്ടീസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഒന്നും ഇല്ല. മാക്സിമം എല്ലാം തന്നെ സാറ്റിസ്ഫൈ ചെയ്യുക. ഓക്കെ, പറ്റുന്നതെല്ലാം തന്നെ പോസിബിൾ ആയിട്ടുള്ളതിൽ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ളൊരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഉപയോഗിക്കുക. അതാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി മറ്റൊന്ന് കൂടിയുണ്ട്. ഇറ്റ് ഷുഡ് ഫ്ലക്ച്വേറ്റ് ലീസ്റ്റ് ഫ്രം ദി സാമ്പിൾ ടു സാമ്പിൾ ഡ്രോൺ ഫ്രം ദി സെയിം പോപ്പുലേഷൻ. എന്താണ് അതിനർത്ഥം? അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ എക്സാമ്പിൾ ഒരു 10,000 സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു കോളേജാണെന്ന് കരുതുക. 10,000 പേരുണ്ടെന്ന് കരുതുക. ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. അങ്ങനെ 10,000 പേര് പഠിക്കുന്ന സമയത്ത് നമ്മൾ 1000 പേരുടെ ഒരു സാമ്പിൾ എടുക്കുകയാണ്. സാമ്പിൾ എന്ന് പറഞ്ഞാൽ അറിയാമോ? ഹാർഡമായിട്ട് നമ്മളിങ്ങനെ സാമ്പിൾ എടുക്കുകയാണ് ചില വാല്യൂസ്. ഈ 1000 പേരുടെ ഹൈറ്റ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. 10,000 പേരാണ് ആ കോളേജിൽ പഠിക്കുന്നത്, 1000 പേരല്ല. അവിടെ 10,000 പേരുണ്ട്. അതിലൊരു 10% ഒരു 1000 പേരുടെ നമ്മൾ ഹൈറ്റ് എടുക്കുകയാണ്. ഓക്കെ, ഇവിടെ ഹൈറ്റിന് നമ്മളൊരു ആവറേജ് കാണുകയാണ്. ഇനി വേറൊരു വ്യക്തി വേറൊരു 1000 പേരുടെ, ഇപ്പം ഞാനിപ്പോൾ ഒരു സാമ്പിൾ എടുത്തു, 1000 പേര് എടുത്തു. വേറൊരു എടുത്ത സമയത്ത് വേറെ ഒരു 1000 പേരുടെയാണ് എടുത്തത്. ഞാനെടുത്തതുമായിട്ട് ബന്ധമൊന്നുമില്ല. ചിലപ്പോൾ സെയിം വാല്യൂ കടന്നു വന്നേക്കാം, ഒരു പക്ഷേ കടന്നു വന്നേക്കാം. എന്നാലും ഞാൻ സാമ്പിൾ എടുത്തതുമായിട്ട് ബന്ധമില്ല, സെപ്പറേറ്റ് ആയിട്ട് സാമ്പിൾ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ആ ഒരു വ്യക്തി 1000 പേരുടെ ആ സാമ്പിൾ വെച്ചിട്ടും അരിത്മെറ്റിക് മീൻ കാണുകയാണ്. ഞാൻ കാണുന്നു അരിത്മെറ്റിക് മീൻ, ആ വ്യക്തി കാണുന്നു അരിത്മെറ്റിക് മീൻ. പക്ഷെ ഉപയോഗിക്കുന്ന 1000 വാല്യൂസ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അരിത്മെറ്റിക് മീൻ കാണുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു വാല്യൂ തമ്മിൽ വലിയ രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാകാനായിട്ട് പാടില്ല. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആവറേജ് എന്താണോ അവ തമ്മിൽ വലിയ രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാകാനായിട്ട് പാടില്ല, ഫൈനൽ വാല്യൂ തമ്മിൽ. അപ്പോൾ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഫ്ലക്ച്വേഷൻ ഉണ്ടായെന്നർത്ഥം. എന്നാൽ അത്തരത്തിൽ ഫ്ലക്ച്വേഷൻസ് വളരെ കുറവായിരിക്കണം. സാമ്പിളിൽ നിന്ന് സാമ്പിളിലേക്ക് പോകുന്ന സമയത്ത് ഒരു സാമ്പിൾ എടുക്കുന്നു, മറ്റൊരു സാമ്പിൾ എടുക്കുന്ന സമയത്ത് വേറെ വലിയൊരു വ്യത്യാസം ഒന്നും ഒരു ആവറേജിൽ കാണിക്കാനായിട്ട് പാടില്ല. എല്ലാവരും മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ കാണിക്കാനായിട്ട് പാടില്ല എന്നതാണ് ഒരു പ്രോപ്പർട്ടി. ഇറ്റ് ഷുഡ് ഫ്ലക്ച്വേറ്റ് ലീസ്റ്റ്, ഏറ്റവും കുറവ് മാത്രം ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ പാടുള്ളൂ. തീരെ ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം വേറെ സാമ്പിളാണ് എടുക്കുന്നത്, വാല്യൂസ് വേറെയാണല്ലോ. ഒബ്വിയസ്ലി അവിടെ വ്യത്യാസം ഉണ്ടാക്കും. സോ ഇറ്റ് ഷുഡ് ഫ്ലക്ച്വേറ്റ് ലീസ്റ്റ് ഫ്രം ദി സാമ്പിൾ ടു സാമ്പിൾ ഡ്രോൺ ഫ്രം ദി സെയിം പോപ്പുലേഷൻ. ഓക്കെ, സെയിം പോപ്പുലേഷൻ മീൻസ് ആ ഒരു കോളേജിൽ സ്റ്റുഡൻസിൻ്റെ തന്നെ ഹൈറ്റാണ് അവിടെ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 6 എണ്ണമാണ് നമുക്ക് നല്ലൊരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിക്ക് വേണ്ടുന്ന പ്രോപ്പർട്ടി എന്ന രീതിയിൽ പറയാനായിട്ട് സാധിക്കുന്നവ. ഓക്കെ, ഈ രീതിയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നേക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ കീ പ്രോപ്പർട്ടി ഓഫ് എ ഗുഡ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ പഠിക്കാതെ പോകുന്ന ഒരാൾക്ക്, ഫോർ എക്സാമ്പിൾ ഈ ഒരു ഭാഗം പഠിച്ചിട്ടില്ല എന്ന് കരുതുക, ഈ ഒരു ക്വസ്റ്റ്യൻ കാണുകയാണ്. നല്ലൊരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിക്ക് വേണ്ടുന്ന പ്രോപ്പർട്ടി ഏതൊക്കെയാണ്? ഓപ്ഷൻസ് 5 ഓപ്ഷൻ ഉണ്ട്. കാരണം ആ ഒരു വ്യക്തി, ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റുഡൻ്റ് ആണ്, ആ സ്റ്റുഡൻറ്റ് എക്സാം അറ്റൻഡ് ചെയ്യുകയാണ്. ആ സ്റ്റുഡൻറ്റ് നല്ല ബ്രില്യൻ്റ് ആണ്, എല്ലാ ഫോർമുലാസും അറിയാം. ഏത് തരത്തിലുള്ള കടുകട്ടി ക്വസ്റ്റ്യൻസ് അരിത്മെറ്റിക് മീൻ വെച്ചിട്ട് ഹാർമോണിക് മീൻ വെച്ചിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഈ ഒരു ഭാഗം പഠിച്ചില്ല. വളരെ സിമ്പിളായൊരു കോൺസെപ്റ്റാണ്. നല്ലൊരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിക്ക് വേണ്ടുന്ന പ്രോപ്പർട്ടി ഏതൊക്കെയാണ്? ഈ വാക്കുകളുടെ അർത്ഥമൊന്നും അറിയില്ല, എന്ത് ചെയ്യും? ആൻസർ ചെയ്യാൻ പറ്റില്ല അല്ലേ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഷുഡ് ബി റിജിഡ്ലി ഡിഫൈൻഡ്, ഇറ്റ് ഷുഡ് ബി ambiguous, it should be greatly affected by extreme values, it should fluctuate significantly from sample to sample, both A and B. ഏതാണ് ആൻസർ?
പെട്ടെന്ന് ഇങ്ങനെ ബോത്ത് എ ആൻഡ് ബി എന്ന് പറയുന്ന സമയത്ത് ഇനി അതിനി ബി ശരിയാണോ, റിലീഫ് ഉണ്ട്, ഓക്കെ, അംബിഗ്യസ് എന്നാണോ അൺഅംബിഗ്യസ് എന്നാണോ? എക്സാം ഹോളിൽ ഇരിക്കുന്ന സമയത്ത് നല്ല കൺഫ്യൂഷൻ ആയിരിക്കും ഈ ഓപ്ഷൻസ് ഒക്കെ തമ്മിൽ, ഏതാണ് ശരിയെന്ന് പറയാൻ പറ്റാത്ത രീതിക്ക്. ഓക്കെ, ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ. ഓപ്ഷൻ ബി തെറ്റാണ്. ഇറ്റ് ഷുഡ് ബി അൺഅംബിഗ്യസ് എന്നാണ്. ഇറ്റ് ഷുഡ് ബി അംബിഗ്യസ് എന്നല്ല. നല്ലൊരു പ്രോപ്പർട്ടി ഓഫ് ഗുഡ് മെഷറിന് വേണ്ടുന്ന മെഷർ ഓഫ് സെൻറ്റൻസിക്ക് വേണ്ടുന്ന ഒരു പ്രോപ്പർട്ടി ഇറ്റ് ഷുഡ് ബി അൺഅംബിഗ്യസ്, ക്ലിയർ ആൻഡ് അൺഅംബിഗ്യസ്. അതാണ് റെഗുലർ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം. ഓക്കെ, സോ ഓപ്ഷൻ എ ഇസ് ദി ആൻസർ. ഇനി ഈ പറയുന്ന മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസികളെ അല്ലെങ്കിൽ ആവറേജസിനെ എല്ലാം തന്നെ നമ്മൾക്ക് മാത്തമാറ്റിക്കൽ ആവറേജസ് എന്ന് പൊസിഷണൽ ആവറേജസ് എന്നെല്ലാം തന്നെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. മാത്തമാറ്റിക്കൽ ആവറേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിത്തമെറ്റിക് മീൻ, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ പോലുള്ളവയാണ്. പൊസിഷണൽ ആവറേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ്, പിന്നെ വ്യത്യസ്തമായിട്ടുള്ള കോണ്ടൈൽസ്. കോണ്ടൈൽസിൽ മീഡിയൻ വരും, ക്വാർട്ടൈൽസ് വരും, ക്വിൻറ്റൈൽസ് വരും, ഒക്ടൈൽസ് വരും, ഡെസൈൽസ് വരും, പെർസെൻറ്റൈൽസ് വരും. അപ്പോൾ ഇതെന്താണ്? ഈ കോണ്ടൈൽസ് എന്നത് തന്നെ വിശദമായിട്ട് നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. എന്താണ് കോണ്ടൈൽസ്, മോഡ്, അരിത്തമെറ്റിക് മീൻ, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ, ഇതെല്ലാം തന്നെ വിശദമായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ പൊസിഷണൽ ആവറേജസ്? താഴെ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് പൊസിഷണൽ ആവറേജസ്, അല്ലെങ്കിൽ ഏതാണ് പൊസിഷണൽ ആവറേജസ് അല്ലാത്തത്? ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഏതൊക്കെയാണ് പൊസിഷണൽ ആവറേജസ്? മോഡും പിന്നെ വ്യത്യസ്ത കോണ്ടൈൽസും. കോണ്ടൈൽസ് വരുന്നതാണ് മീഡിയന്, ക്വാർട്ടൈൽസ്, ക്വിൻറ്റൈൽസ്, ഒക്ടൈൽസ്, ഡെസൈൽസ്, പെർസെൻറ്റൈൽസ്. ഇവയെല്ലാം തന്നെ എന്താണ്? പൊസിഷണൽ ആവറേജസ് ആണ്. ഓക്കെ, ഇനി കൊമേഴ്ഷ്യൽ ആവറേജസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്കത് വിശദമായിട്ട് തന്നെ പഠിക്കേണ്ടതില്ല. അതിൽ മൂവിങ് ആവറേജ്, ടൈം സീരീസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മൂവിങ് ആവറേജ്, പ്രോഗ്രസീവ് ആവറേജ്, കോമ്പോസിറ്റ് ആവറേജ്, ഇതെല്ലാം തന്നെ കൊമേഴ്ഷ്യൽ ആവറേജസ് ആണ്. നമുക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് മാത്തമാറ്റിക്കൽ ആവറേജസിലും പൊസിഷണൽ ആവറേജസിലുമാണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഇതൊരു UGC എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ പൊസിഷണൽ ആവറേജസ്? ഏതൊക്കെയാണ് പൊസിഷണൽ ആവറേജസ്? 5 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഒന്നിൽ കൂടുതൽ ആൻസർ വരുന്നുണ്ട്. ഒന്നിൽ ആൻസർ എന്നല്ല, ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റുകൾ. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അരിത്തമെറ്റിക് മീൻ, ഇതിൽ ഏതൊക്കെയാണ്? 5 ഒന്നിൽ കൂടുതലായിട്ട് ആൻസർ വരുന്നുണ്ട്. നോക്കുക, അവിടെ ഓപ്ഷൻസ് 4 ഉണ്ട്. ഏതൊക്കെയാണ്? 2 വരുന്നത്, 3 വരുന്നത്, 4 വരുന്നത്, പിന്നെ വ്യത്യസ്തമായിട്ടുള്ള കോമ്പിനേഷൻ. അപ്പോൾ അരിത്തമെറ്റിക് മീൻ എന്നുള്ള പൊസിഷണൽ ആവറേജ് ആണോ? അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് ഒരു പൊസിഷണൽ ആവറേജ് ആണോ? പൊസിഷണൽ ആവറേജ് അല്ല, അല്ലേ? പൊസിഷണൽ ആവറേജ് അല്ല എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അരിത്തമെറ്റിക് മീൻ ഈസ് നോട്ട് എ പൊസിഷണൽ ആവറേജ്. മീഡിയൻ പൊസിഷണൽ ആവറേജ് ആണ്. മോഡ് പൊസിഷണൽ ആവറേജ് ആണ്. ജോമെട്രിക് മീൻ പൊസിഷണൽ ആവറേജ് അല്ല. ഹാർമോണിക് മീൻ പൊസിഷണൽ ആവറേജ് അല്ല. അപ്പോൾ ഇതിൽ നമുക്ക് ആൻസർ ആയിട്ട് അത് പറയാൻ സാധിക്കുക ഏതാണ്? ഓപ്ഷൻ 1, B ആൻഡ് C. ഇതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുക. അപ്പോൾ ഈ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വന്നേക്കാം. വളരെ സിമ്പിളാണ്. പ്രത്യേകിച്ച് ഫോർമുല ഒന്നും ഉപയോഗിക്കാതെ തന്നെ ചോദിക്കുന്ന തരത്തിലുള്ള ചില ചോദ്യങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ അരിത്തമെറ്റിക് മീനിലേക്ക് പ്രവേശിക്കുകയാണ്. അരിത്തമെറ്റിക് മീനിന്റെ ബേസിക് ഡെഫിനേഷൻ എന്താണ്? ഫോർമുല പഠിച്ച് മനസ്സിലാക്കിയാൽ മതി, ഡെഫിനേഷൻ ഒന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. അതായത് ഒരു വേരിയബിൾ, ഫോർ എക്സാമ്പിൾ ഹൈറ്റ് എന്ന് പറയുന്ന വേരിയബിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഹൈറ്റ് എന്ന് പറയുന്ന വേരിയബിൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് എക്സ് എന്ന് പറഞ്ഞ് വിളിക്കാം. എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ സ്റ്റുഡൻറ്റിൻ്റെ ഹൈറ്റ് ആണ്. നമ്മൾ അത് വെച്ചിട്ടാണ് ഒരു എക്സാമ്പിൾ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ആ ഒരു വേരിയബിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ആ വേരിയബിൾ കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫറെൻറ്റ് വാല്യൂസ് ഉണ്ട്. അതായത് 1000 സ്റ്റുഡൻസ് ഉണ്ട് കരുതുക. 1000 സ്റ്റുഡൻസിൻ്റെ ഹൈറ്റ് നമ്മൾ നോട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ ഹൈറ്റ് എന്നുള്ളത് ഞാൻ x1 എന്ന് വിളിക്കുന്നു. അടുത്ത സ്റ്റുഡൻറ്റിൻ്റെ ഹൈറ്റ് എന്ന് ഞാൻ x2 എന്ന് വിളിക്കുന്നു. അങ്ങനെ nth സ്റ്റുഡൻറ്റിൻ്റെ, അതായത് n എന്നുള്ളത് 1000 ആണെന്ന് കരുതുക. ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഹൈറ്റ് എന്നുള്ളത് ഞാൻ xn എന്ന് വിളിക്കുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ ഫോർമുല പ്രകാരം നമുക്ക് എങ്ങനെയാണ് ആ ഒരു മീൻ കാണുവാനായിട്ട് സാധിക്കുക? ആ ഒരു ഫോർമുലയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ സിംപ്ലി എന്താണ് അരിത്തമെറ്റിക് മീൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അരിത്തമെറ്റിക് മീൻ ഓഫ് എ വേരിയബിൾ ഈസ് ഡിഫൈൻഡ് ആസ് ദി സം ഓഫ് ദി ഒബ്സർവ്ഡ് വാല്യൂസ് ഓഫ് എ സെറ്റ് ഡിവൈഡഡ് ബൈ ദി നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. അല്ലേ, നമ്മൾ ഹൈറ്റ് കൺസിഡർ ചെയ്യുകയാണ്. 1000 സ്റ്റുഡൻറ്റിനെ ഹൈറ്റ് എടുക്കുന്നു. അതാണ് ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ ഒബ്സർവ്ഡ് വാല്യൂസ്. ആ വാല്യൂസിൻ്റെ എല്ലാം തന്നെ സം കാണുന്നു. 1000 പേരുടെ ഹൈറ്റ് നമ്മൾ സം ചെയ്യുന്നു. ദ വോൾ ഡിവൈഡർ ബൈ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഇൻ ദ സെറ്റ്. അതായത് 1000 സ്റ്റുഡൻസ് ആണല്ലോ, സോ ദ വോൾ ഡിവൈഡർ ബൈ 1000 ചെയ്യണം. ഇത് ജനറലി നമുക്ക് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എക്സ് എന്നുള്ളൊരു വേരിയബിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അവിടെയുള്ള വാല്യൂസിൻ്റെ എണ്ണം ഒന്നുള്ളത് n ആണെന്ന് കരുതുക. ഓക്കെ, n എന്നുള്ളത് നമ്മുടെ എക്സാമ്പിളിൽ 1000 ആണ്. 1000 സ്റ്റുഡൻസിൻ്റെ ഹൈറ്റ് ആണ് നമ്മൾ എടുത്തത്. എക്സ് എന്നുള്ളത് വേരിയബിൾ നമ്മൾ ഹൈറ്റ് ആയിട്ടാണ് എടുത്തത്. അപ്പോൾ അങ്ങനെയെങ്കിൽ n വാല്യൂസ്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് n വാല്യൂസിനെ നമുക്ക് x1, x2, xn എന്ന് പറഞ്ഞിട്ട് x1, x2, x3, x4, x5 എക്സെട്ര അപ് ടു xn എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. ജസ്റ്റ് നമ്മൾ കൊടുക്കുകയാണ്.
അപ്പോൾ ഇതാണ് നമ്മളുടെ ഒബ്സർവേഷൻസ് എങ്കിൽ ജനറലായിട്ട് നമുക്ക് ഡെഫിനിഷൻ ആവശ്യമുണ്ടല്ലോ, ഒരു ഫോർമുല ആവശ്യമുണ്ടല്ലോ. അപ്പോൾ x1 x2 എക്സെട്ര അപ് ടു xn ആണ് നമ്മുടെ ഒബ്സർവേഷൻസ് എങ്കിൽ നമ്മൾക്ക് അരിത്തമെറ്റിക് മീൻ അല്ലെങ്കിൽ സിംപ്ലി മീൻ എന്ന്, ഈ അരിത്തമെറ്റിക് മീനെയാണ് പൊതുവെ നമ്മൾ മീൻ എന്ന് വിളിക്കുക. അപ്പോൾ സിംപ്ലി മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിത്തമെറ്റിക് മീൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ആ മീൻ അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീനെ നമുക്ക് എക്സ് ബാർ, ഇതിന് എക്സ് ബാർ എന്നാണ് വിളിക്കുക. എന്താണ് എക്സ് ബാർ? ഇത് എഴുതിയിട്ട് നോക്കുക, എക്സ് ഇട്ടിട്ട് മുകളിലായിട്ട് ഒരു വര, അതാണ് എക്സ് ബാർ. എക്സ് ബാർ എന്ന് പറയും നമ്മൾ. ഓക്കെ, എക്സ് ബാർ BAR, എക്സ് ബാർ BAR. ഓക്കെ, സോ ഫോർമുല ഇങ്ങനെയാണ്. എക്സ് ബാർ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? ആ ഒരു വാല്യൂസിൻ്റെ എല്ലാം തന്നെ സമ്മ് കാണണം. x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര അപ് ടു എന്താ എവിടെ വരെ കാണണം? മുഴുവൻ ഒബ്സർവേഷൻസും അല്ലേ, XN വരെയാണ്. സോ പ്ലസ് XN ദ ഹോൾ ഡിവൈഡഡ് ബൈ എ ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ്. എത്ര വാല്യൂസ് ഉണ്ട് ഇവിടെ? 1 2 3 എക്സെട്ര അപ് ടു n വാല്യൂസ്. സോ ദ ഹോൾ ഡിവൈഡഡ് ബൈ n. ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് നമ്മൾക്ക് അരിത്തമെറ്റിക് മീനെ സിംപ്ലി ഡിഫൈൻ ചെയ്യുവാനായിട്ട് സാധിക്കുക. ഇനിയൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിളാണ്, പക്ഷേ ഈ എക്സാമ്പിളിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു റിമാർക്ക് കൂടി കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സാമ്പിൾ നമുക്കൊന്ന് പറയാം. 5 സ്റ്റുഡൻസിൻ്റെ ഹൈറ്റാണ് 160 സെൻറ്റിമീറ്റർ. അപ്പോൾ സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന സമയത്ത് ഡയമെൻഷൻ അല്ലെങ്കിൽ അവിടെ യൂണിറ്റ് നമ്മളവിടെ പ്രത്യേകം എഴുതുകയാണ്. ഹൈറ്റ് ആണല്ലോ പറയുന്നത്, അപ്പോൾ സെൻറ്റിമീറ്ററിലല്ല അളക്കപ്പെടേണ്ടത്. 160 എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. 160 എഴുതി കഴിഞ്ഞാൽ 160 എന്താണ് ഉദ്ദേശിച്ചത്? 160 ഇഞ്ചാണോ, 160 ഫീറ്റ് ആണോ, 160 മില്ലിമീറ്റർ ആണോ? കൃത്യമായിട്ട് പറയേണ്ടതല്ലേ. 160 സെൻറ്റിമീറ്റർ. ഇനി അടുത്തത് 137 സെൻറ്റിമീറ്റർ, 149 സെൻറ്റിമീറ്റർ. അങ്ങനെ 5 പേരുടെ ഹൈറ്റ് ഇവിടെ നൽകിയിരിക്കുകയാണ്. ഈ 5 പേരുടെ ഹൈറ്റിൻ്റെ അരിത്തമെറ്റിക് മീൻ അല്ലെങ്കിൽ മീൻ ഹൈറ്റ് പെർ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീൻ ഹൈറ്റ് പെർ സ്റ്റുഡൻറ്റ്, ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു ആവറേജ് ഹൈറ്റ് എന്തായിരിക്കും? നമുക്കതിനെ മീൻ ഹൈറ്റ് എന്ന് വിളിക്കാം. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഈ ഹൈറ്റുകളെല്ലാം തന്നെ സം ചെയ്യുക. ഈ ഹൈറ്റുകൾ ഓരോന്നും എന്താണ്? സെൻറ്റിമീറ്ററിലാണ് യൂണിറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ സം ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു വാല്യൂവും, അതായത് 160 സെൻറ്റിമീറ്റർ പ്ലസ് 137 സെൻറ്റിമീറ്റർ പ്ലസ് 149 സെൻറ്റിമീറ്റർ പ്ലസ് 153 സെൻറ്റിമീറ്റർ പ്ലസ് 161 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 760 സെൻറ്റിമീറ്റർ ആണ്. 760 സെൻറ്റിമീറ്റർ ഡിവൈഡ് ബൈ 5 ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 760 ഡിവൈഡ് ബൈ 5 അത്രയും സെൻറ്റിമീറ്റർ ആണ് അവിടെ ആൻസർ ആയിട്ട് വരിക. അഥവാ 760 ഡിവൈഡ് ബൈ 5 എന്നുള്ളത് എന്താണ്? 152 ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് 152 സെൻറ്റിമീറ്റർ ആണ്. മീൻ ഹൈറ്റ് എന്നുള്ളത് 152 സെൻറ്റിമീറ്റർ ആണ്. ശ്രദ്ധിക്കുക, ഇവിടെ സെൻറ്റിമീറ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ. ഇതിൽ നിന്നൊരു റിമാർക്ക് നമുക്ക് പറയാം. അരിത്തമെറ്റിക് മീൻ ഓൾവേസ് ഹാസ് ദ സെയിം യൂണിറ്റ് ആസ് ദി ഒറിജിനൽ ഒബ്സർവേഷൻസ്. ഒറിജിനൽ ഒബ്സർവേഷൻസ് എന്നുള്ളത് 160 സെൻറ്റിമീറ്റർ, 137 സെൻറ്റിമീറ്റർ, അങ്ങനെ 149 സെൻറ്റിമീറ്റർ, അങ്ങനെ 5 വാല്യൂസ് ആണ്. അതെല്ലാം തന്നെ എന്താണ്? യൂണിറ്റ് ആയിട്ട് വന്നിരിക്കുന്ന സെൻറ്റിമീറ്റർ ആണ്. അരിത്തമെറ്റിക് മീൻ കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എന്താണ്? 152 സെൻറ്റിമീറ്റർ എന്നാണ്. അപ്പോൾ ഇവിടെയും സെൻറ്റിമീറ്റർ ഒബ്സർവേഷൻ, ഒറിജിനൽ ഒബ്സർവേഷൻ ഉള്ളതും സെൻറ്റിമീറ്റർ തന്നെ. ഫൈനലായിട്ട് കിട്ടുന്ന ഒരു മീൻ ഹൈറ്റിലും അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീനിലും കിട്ടിയിരിക്കുന്നത് സെൻറ്റിമീറ്റർ തന്നെ. അപ്പോൾ അതിൽ നിന്നൊരു റിമാർക്ക് നോക്കുക. അരിത്തമെറ്റിക് മീൻ ഓൾവേസ് ഹാസ് ദി സെയിം യൂണിറ്റ് ആസ് ദി ഒറിജിനൽ ഒബ്സർവേഷൻ. ഓക്കെ, അതൊരു റിമാർക്കാണ്, നമ്മളത് പഠിച്ചു വെക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദ മീൻ ഓഫ് 3 4 x 7 10. എത്ര വാല്യൂസ് ഉണ്ട്? 1 2 3 4 5. ഈ 5 വാല്യൂസിൻ്റെ മീൻ എന്നത് 6 ആണെങ്കിൽ ഈ എക്സ് എന്താണ്? വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക? നമ്മളുടെ കയ്യിൽ തന്നിരിക്കുന്നത് എന്താണെന്നുള്ളത് ആദ്യം എഴുതുക. അതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വേണമെങ്കിൽ നമ്മുടെ എക്സാമിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്, പക്ഷേ വളരെ സിമ്പിളായിപ്പോയി. ഓക്കെ, കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഇവിടെ നമുക്കിത് സോൾവ് ചെയ്യാം. എന്തൊക്കെയാണ് നൽകിയിരിക്കുന്നത്? 3 പ്ലസ് 4 പ്ലസ് എക്സ് പ്ലസ് 7 പ്ലസ് 10. ഈ വാല്യൂസ് ഡിവൈഡ് ബൈ എന്ത് ചെയ്യണം? 5 ചെയ്യണം. അങ്ങനെ 5 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നതാണ് പറയുന്നത്? 6 കിട്ടും. ഇതാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഓക്കെ, ഈ 3 4 7 10 സം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? 24 ആണ് കിട്ടുക അല്ലേ? ഇപ്പോൾ 24 പ്ലസ് എക്സ് ഡിവൈഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടി. ഇതിനർത്ഥം എന്താണ്? നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 24 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 6 എന്ന് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ 5ന് 6 എന്താണ് കിട്ടുക? 30 ആണ് കിട്ടുക. അപ്പോൾ ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി? 30 മൈനസ് 24 ഈസ് ഈക്വൽ ടു 6. അപ്പോൾ ഓപ്ഷൻ ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇനി ഈ ഒരു ചോദ്യം നോക്കുക.
നേരത്തെ ചെയ്ത ചോദ്യത്തിന് വളരെ സിമിലർ ആയിട്ടുള്ള ചോദ്യമാണ്. The arithmetic mean of the marks obtained by 10 students of class 10 in mathematics in a certain examination is 30. The marks obtained are 25, 30, 21, etc. പിന്നെ 15, പിന്നെ ഒരു എക്സ് ഉണ്ട് 45, 35. അപ്പോൾ ഈ 10 വാല്യൂസിൻ്റെ അരിത്തമെറ്റിക് മീൻ 30 ആണെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമുക്കറിയാത്തൊരു വാല്യൂ ഉണ്ട് എക്സ്. ഈ എക്സിൻ്റെ വാല്യൂ എന്താണ്? തൊട്ട് മുന്നേ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. പക്ഷേ കുറച്ചും സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് കുറച്ചുകൂടി വലിയൊരു വാല്യൂസ് ഒക്കെയാണ്. അപ്പോൾ ഒരു റഫ് ബുക്കും പെന്നും എപ്പോഴും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കൈവശം ഉണ്ടായിരിക്കണം. അതിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ധാരാളം ഉണ്ടാകും. ഈ പ്രോബ്ലംസ് എല്ലാം തന്നെ ക്ലാസ് ചെയ്യുന്നതിന് കൂട്ടത്തിൽ തന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടതുണ്ട്. ഇത് ഞാൻ ഉത്തരം പറയുന്നതിന് മുന്നോടിയായിട്ട് തന്നെ നിങ്ങൾക്ക് തൊട്ട് മുന്നേ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റേണ്ടതല്ലേ? അപ്പോൾ ആൻസർ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഉറപ്പ് വരുത്തുന്ന സമയത്ത് അവിടെ പ്രോബ്ലം സോൾവിങ് സ്കില്ല് വർദ്ധിക്കുകയാണ്, നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കുകയാണ്. എന്താണ് ഈ ഒരു ടോപ്പിക്, അരിത്തമെറ്റിക് മീൻ എന്താണെന്നുള്ളത് നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കുവാനായിട്ട് പറ്റുകയാണ്. ജസ്റ്റ് കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾക്കത് മനസ്സിലാകണമെന്നില്ല. പക്ഷെ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളത് പഠിക്കുകയാണ്. ആ ഫോർമുല പഠിക്കുകയാണ്, ആ പ്രൊസീജിയർ പഠിക്കുകയാണ്, മെത്തേഡെല്ലാം തന്നെ പഠിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ചെയ്ത് തന്നെ വേണം മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പോലെയുള്ള വിഷയങ്ങൾ പഠിക്കുവാനായിട്ട്. ദ ഒൺലി വേ ടു ലേൺ മാത്തമാറ്റിക്സ് ഈസ് ടു ഡു മാത്തമാറ്റിക്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ചെയ്യാതെ ഒരു കാരണവശാലും ഫോർമുല മാത്രം ബൈ ഹാർട്ട് പഠിച്ചുകൊണ്ട് പോയിട്ട് എക്സാമിന് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകില്ല. മാക്സും സ്റ്റാറ്റും എല്ലാം ഒരുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ആ ഒരു ഫോർമുല പ്രകാരം എങ്ങനെയാണ് മീൻ എങ്ങനെയാണ് കാണുന്നത്? നമ്മളുടെ കൈവശമുള്ള വാല്യൂസ് എന്തൊക്കെയാണ്? അരിത്തമെറ്റിക് മീൻ 30 എന്ന് പറയുന്നു. അപ്പോൾ അരിത്തമെറ്റിക് മീൻ്റെ ഫോർമുല നമുക്ക് എഴുതാം. എങ്ങനെയാണ് എഴുതാനായിട്ട് സാധിക്കുക? 25 പ്ലസ് 30 പ്ലസ് എക്സെട്രാ അപ് ടു, ഞാൻ ബാക്കി എഴുതുന്നില്ല, 15 അല്ലേ, 15 പ്ലസ് എക്സ് പ്ലസ് 45 പ്ലസ് 35 അല്ലേ. ദ വോൾ ഡിവൈഡർ ബൈ എങ്ങനെ എഴുതാം? ദ വോൾ ഡിവൈഡർ ബൈ 10 ആണ് വരുന്നത് അല്ലേ. 10 ഒബ്സർവേഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ കിട്ടുന്നത്? 30 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസ് ഏതൊക്കെ വാല്യൂസ് ആണ്? 25, 30, 21, 55, 47, 10, 15, പിന്നെ ബാക്കി 45, 35 എക്സ് കൂട്ടാതെയുള്ള ബാക്കി വാല്യൂസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് ആൻസർ കിട്ടുക? നിങ്ങൾ ചെയ്ത് നോക്കണമെന്നില്ല, ജസ്റ്റ് വേണം ചെയ്ത് നോക്കാം. 283 എന്ന് കിട്ടും. 283 പ്ലസ് എക്സ് നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയറാണ്. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്യുന്നുണ്ട്. ഇവിടെ മൈനസ് എക്സ് പോലെ ആയിപ്പോയി. ഓക്കെ, മൈനസ് എക്സ് അല്ല, 283 പ്ലസ് എക്സ് ഡിവൈഡർ ബൈ 10 ഈക്വൽ ടു 30. ഇങ്ങനെ എഴുതാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? 283 പ്ലസ് എക്സ് ഈക്വൽ ടു 300. അപ്പോൾ ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ എന്താണ് കിട്ടുന്നത്? എക്സ് ഈസ് ഈക്വൽ ടു 300 മൈനസ് 283 ഈസ് ഈക്വൽ ടു എത്ര കിട്ടുന്നത്? 17 എന്ന് ആൻസർ കിട്ടുന്നതാണ്. ഓപ്ഷൻ ഡി 17. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിരുന്നു അല്ലേ? എല്ലാ ക്വസ്റ്റ്യനും സിമ്പിൾ അല്ല. ഓക്കെ, അതാണ് പ്രശ്നം. ഈ ക്വസ്റ്റ്യൻ ഇവിടെ നൽകാൻ കാരണം അരിത്തമെറ്റിക് മീൻ പഠിപ്പിക്കുക എന്നതാണ്. അരിത്തമെറ്റിക് മീൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. എന്നാൽ നമ്മളുടെ അടുത്ത് ചോദിക്കാൻ പറ്റുന്ന ലെവലുള്ള ക്വസ്റ്റ്യൻ ഇത് മാത്രമല്ല, ഇതിനേക്കാൾ നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള പല രീതിയിലുള്ള ക്വസ്റ്റ്യനുകളുണ്ട്. ആ രീതിയിലുള്ള എല്ലാ ക്വസ്റ്റ്യനുകളും നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്, നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്, ചെയ്യാനൊക്കെ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ വിവിധമായിട്ടുള്ള അത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഒരുപാട് ചെയ്ത് നോക്കുന്നതായിരിക്കും. നോക്കുക, നേരത്തെ ഞാൻ ആ 10 പേരുടെ മാർക്സ് എഴുതിയ സമയത്ത് ജസ്റ്റ് കുത്തിയിട്ടിട്ട് എക്സെട്രാ എന്ന് പറഞ്ഞിട്ടില്ലേ? അതിന് കാരണം എന്താണ്? ഒരുപാട് വാല്യൂസ് ഒക്കെ എഴുതാനായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലേ? നമുക്ക് എക്സാമിൻ്റെ സമയത്താണെങ്കിൽ അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് എല്ലാ വാല്യൂസ് എഴുതുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ഒരു സാഹചര്യത്തിലേക്കാണ് നമുക്ക് നൊട്ടേഷൻസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. ഫോർ എക്സാമ്പിൾ 10 സ്റ്റുഡൻസ് ഉണ്ട്. 10 സ്റ്റുഡൻസിൻ്റെ ആ ഒരു ഹൈറ്റ് എന്നുള്ളത് അല്ലെങ്കിൽ മാർക്ക് എന്നുള്ളത് x1, x2, x3 എക്സെട്രാ അപ് ടു x10 ആണെന്ന് കരുതുക. അപ്പോൾ ആൻസർ ഇങ്ങനെ എഴുതുന്ന ഫോർമുല എഴുതുന്ന സമയത്ത് നിരത്തി പിടിച്ചിങ്ങനെ എല്ലാ വാല്യൂസ് എഴുതുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് ആക്ച്വലി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫോർമുല ഒരു നൊട്ടേഷൻ അവിടെ ഉപയോഗിക്കും. നൊട്ടേഷനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. x1, x2, x3, x4, x5 അല്ലെങ്കിൽ x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 പ്ലസ് x6 പ്ലസ് x7 പ്ലസ് x8 പ്ലസ് x9 പ്ലസ് x10
ഇതിനെല്ലാം തന്നെ ചുരുക്കി ഈ രീതിയിൽ നൊട്ടേഷൻ കൊടുത്ത് എഴുതുവാനായിട്ട് സാധിക്കും. ഈ ഒരു സിമ്പിളിൻ്റെ പേരാണ് സമേഷൻ. നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: സമേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to 10 xi. സമേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to 10 xi. അപ്പോൾ എന്താണ് xi? ഈ x1 x2 x3 എക്സെട്ര അപ് ടു x10ലെ ഏതോ ഒരു വാല്യൂ, ഓക്കെ, അത് x1 ആകാം x2 ആകാം, അതാണ് xi എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഐയുടെ സ്ഥാനത്ത് 1 വരുന്ന സമയത്ത് നമുക്ക് x1 കിട്ടി. സമേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to 10, 1 മുതൽ 10 വരെ, 1 മുതൽ 10 വരെയുള്ള xiകൾ അല്ലെങ്കിൽ x1, ഈ സമേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to 10 xi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഐ ഈസ് ഈക്വൽ ടു 1, അഥവാ ഏതാണ് നമുക്കൊന്ന് നോട്ട് ചെയ്യാം, x1, ഓക്കെ, x1. പിന്നെ ഐ ഈസ് ഈക്വൽ ടു 2 ആണ് നെക്സ്റ്റ്. ഐ ഈസ് ഈക്വൽ ടു 1 കഴിഞ്ഞാൽ പിന്നെ 2 ആണ് അല്ലേ? ഐ ഈക്വൽ 2 കൊടുക്കുന്നു, അപ്പോൾ x2. അപ്പോൾ x1 പ്ലസ് x2 എഴുതി. ഇനി അടുത്തത് പ്ലസ് ഐ ഈസ് ഈക്വൽ ടു 3, x3 പ്ലസ് ഐ ഈസ് ഈക്വൽ ടു 4, x4 എക്സെട്ര അപ് ടു എവിടെ വരെ പോകും, ഐ ഈസ് ഈക്വൽ ടു 10 വരെ, അഥവാ പ്ലസ് x10. അപ്പോൾ ഇങ്ങനെ വലുതാക്കി എഴുതുന്നതിന് പകരമായിട്ട് ഷോർട്ടായിട്ട് എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള നൊട്ടേഷനാണത് സമേഷൻ സിമ്പൽ. ഓക്കെ, ബിഗ് സിഗ്മ എന്ന് പറയുന്നതിന്, അല്ലെങ്കിൽ ലാർജ് വലിയ സിഗ്മ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ബിഗ് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to 10 xi. ഓക്കെ, അപ്പോൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ n വാല്യൂസ് ഇത്തരത്തിലുണ്ട്. x1 x2 x3 എക്സെട്ര അപ് ടു എന്താണ് xn വരെയുണ്ട്. അതിൽ ജനറലായിട്ട് ഇതിലുള്ള ഏതൊരു വാല്യൂവിനെ നമുക്ക് xi എന്ന് വിളിക്കാം. നടുക്കുള്ള വാല്യൂ ആണ് xi എന്ന രീതിയിലല്ല ഉദ്ദേശിച്ചത്. xi എന്ന് ഇവിടെ കൊടുക്കാൻ കാരണം പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിൽ ഏതൊരു വാല്യൂവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഐയുടെ വാല്യൂ മാറുന്നതിനനുസരിച്ച് അത് മാറും. x1 x2 x3 ഒക്കെ ആകും. ഓക്കെ, അപ്പോൾ xi എന്നുള്ളത് ഇതിൽ ഏതൊരു വാല്യൂ ആണ്. ഐയുടെ വാല്യൂ മാറുന്നതിനനുസരിച്ച് ഇത് മാറുന്നു. ഇപ്പോൾ സമേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to 10 xi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഐ ഈസ് ഈക്വൽ ടു 1 കൊടുക്കുന്നു, x1, പിന്നെ പ്ലസ് x2 x3 എക്സെട്ര അപ് ടു എവിടെ വരെ പോകുന്നു, xn വരെ. ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്ന നോക്കുക n. അപ്പോൾ ഇത്രയും സം ചെയ്യുന്നതിനാണ് നമുക്ക് ജനറലായിട്ട് ഇത്തരത്തിൽ ഒരു നൊട്ടേഷൻ കൊടുത്ത് എഴുതാൻ സാധിക്കുക. സമേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to n xi. അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരു വേരിയബിൾ എക്സിന് n വാല്യൂസ് ഉണ്ട്, x1 x2 എക്സെട്ര അപ് ടു xn എന്ന് കരുതുക. നമ്മളിവിടെ അരിത്തമെറ്റിക് മീൻ ഫോർമുല എഴുതിയത് എങ്ങനെയാണ്? x ബാർ ഈസ് ഈക്വൽ ടു x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര അപ് ടു xn, അതായത് എല്ലാ വാല്യൂസിൻ്റെയും സമ്മ് കാണുന്നു, ദ ഹോൾ ഡിവൈഡഡ് ബൈ n കാണുന്നു. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഒരു നൊട്ടേഷൻ ഉപയോഗിച്ചിട്ട് എഴുതാം. സമേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to xi എന്ന് എഴുതാം, ചുരുക്കി എഴുതാം. അപ്പോൾ ഈ എഴുതിയിരിക്കുന്നത് മുഴുവനെയും നമുക്ക് ഷോർട്ടായിട്ട് എഴുതാനും സാധിച്ചു അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ ഈ കാൽക്കുലേഷൻ്റെ സമയത്തൊക്കെ നമ്മൾക്ക് എളുപ്പമാകുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു നൊട്ടേഷനാണ് ഉപയോഗിക്കുന്നത്. സമേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to xi ഡിവൈഡഡ് ബൈ n. ഇതും എക്സ് ബാർ തന്നെ. എക്സ് ബാർ നമുക്ക് ഇങ്ങനെയും എഴുതാം. ഓക്കെ, ഇങ്ങനെ എഴുതുന്ന സമയത്ത് കുറച്ചുകൂടി എളുപ്പമുണ്ട്. അപ്പോൾ തുടക്കഘട്ടത്തിൽ ഈ സമേഷൻ സിമ്പിൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല എന്താണ് ഈ സമേഷൻ xi എന്ന് പറയുന്ന സമയത്ത്. പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. പക്ഷേ നമ്മൾ കുറച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് ക്ലിക്കാവുന്നതാണ്. ഓക്കെ, ഇനി അരിത്തമെറ്റിക് മീനുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫോർമുല നമ്മൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ ഏതൊക്കെയാണ്? നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1 2 3 പോലെയുള്ള നമ്പേഴ്സാണ് നാച്ചുറൽ നമ്പേഴ്സ്. നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റുന്ന, നേച്ചർ നമുക്ക് കണ്ട് എണ്ണിയെടുക്കാൻ പറ്റുന്ന നമ്പേഴ്സ് 1 2 3 എക്സെട്ര അപ് ടു n വരെയുള്ള ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മിനുള്ള ഫോർമുലയാണ് n ഇൻറ്റു n പ്ലസ് 1/2. ഇതാരാ കണ്ടുപിടിച്ചെന്നറിയാം? ഇതുമായി ബന്ധപ്പെട്ടൊരു ഹിസ്റ്ററി ഉണ്ട്. പ്രിൻസ് ഓഫ് മാത്തമാറ്റിക്സ് എന്നറിയപ്പെടുന്ന കാർൽ ഫ്രെഡറിക് ഗൗസ്. അദ്ദേഹത്തിൻ്റെ ചെറിയ ഒരു പ്രായത്തിൽ, ചെറിയ പ്രായം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, 7 8 വയസ്സിൽ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം കണക്ക് വളരെ നല്ല രീതിയിൽ ചെയ്യും. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള സ്റ്റുഡൻസ് എല്ലാം തന്നെ അടങ്ങിയിരിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ക്ലാസ് ടീച്ചർ പറയുന്നു 1 മുതൽ 10 വരെയുള്ള സംഖ്യകളെല്ലാം തന്നെ സം ചെയ്യുക, എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ ഗൗസ് എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ അത് സോൾവ് ചെയ്ത് കൊണ്ട് കാണിക്കുന്നു. അപ്പോൾ ഗൗസിന് അതിനെ ഇവിടെ പറ്റില്ലല്ലോ. ഒരു കാര്യം ചെയ്യും, 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ നമ്പേഴ്സിൻ്റെ, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ആ ഒരു സമ്മ് കണ്ടുപിടിക്കാൻ പറയുന്നു. സെക്കൻഡുകൾക്കുള്ളിൽ ഗൗസ് അതുകൊണ്ട് സോൾവ് ചെയ്യുന്നു. ഗൗസ് ഒരു കാര്യം ശ്രദ്ധിച്ചു. എന്താണ് ശ്രദ്ധിച്ചത്? അതായത് നോക്കുക, നമുക്ക് വേണമെങ്കിൽ അതുപോലെ അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അദ്ദേഹം ചെയ്തത് 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ എഴുതിയ സമയത്ത് 1 2 എക്സെട്ര അപ് ടു ലാസ്റ്റ് നമ്പർ എന്നുള്ളത് 10, അത് തൊട്ട് മുന്നേ 9. അത് ശ്രദ്ധിക്കുകയാണ്, ഈ 1ഉം 10ഉം ചേർത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 11 കിട്ടും. 2ഉം 9ഉം ചേർത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? വീണ്ടും 11 കിട്ടും. നടുക്കുള്ളത് 5ഉം 6ഉം ആണ്.
5ഉം 6ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാലും 11 കിട്ടും. അപ്പോൾ 1, 2, 3, 4, 5 അങ്ങനെ 5 എണ്ണമാണ് 11 ഉള്ളത്. സോ 5 ഇൻറ്റു 11 അഥവാ 55 ആണ് ആൻസർ. 55 ആണ് ആൻസർ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് കണ്ടത്. അപ്പോൾ 1 മുതൽ 100 വരെ കാണാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തത്? വീണ്ടും റിപ്പീറ്റ് ചെയ്തു. 1, 100 ആഡ് ചെയ്തപ്പോൾ എന്താണ് കിട്ടിയത്? 101. അത് പിന്നെ അടുത്തത് 2, 99 അതും എഗെയിൻ 101. 3, 98 എഗെയിൻ 101. ഏറ്റവും അവസാനം 50, 51 എഗെയിൻ 101. അപ്പോൾ 101 ഇൻറ്റു 51 സോറി 50, 101 ഇൻറ്റു 50 50 എണ്ണമാണല്ലോ. 101 ഇൻറ്റു 50 ചെയ്തപ്പോൾ എന്ത് കിട്ടി? 50 എന്നുള്ള ആൻസർ കിട്ടി. അപ്പോൾ വളരെ വലിയ നമ്പേഴ്സ്, 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ്, പക്ഷെ സെക്കൻഡുകൾക്കുള്ളിൽ ഗൗസ് ആൻസർ ചെയ്തു. എത്ര ക്ലാസ്സിൽ പഠിക്കുമ്പോൾ? 2ലോ 3ലോ പഠിക്കുമ്പോൾ. ഓക്കെ, അദ്ദേഹത്തെ അത്ര ബുദ്ധിയുള്ളതുകൊണ്ടാണ് പിന്നീട് പ്രിൻസ് ഓഫ് മാത്തമാറ്റിക്സ് എന്ന് അറിയപ്പെടുന്ന വളരെ വലിയൊരു ഫേമസ് ആയിട്ടുള്ള മാത്തമാറ്റീഷ്യനായിട്ട് അദ്ദേഹം മാറിയത്. അദ്ദേഹം കണ്ടുപിടിച്ച ഫോർമുലയാണ് n/n+1/2. ഓക്കെ, സോ നമ്മൾ എക്സാമ്പിൾ എടുത്തതാണെങ്കിൽ 1 മുതൽ 10 വരെയുള്ള സംഖ്യകളാണെങ്കിൽ ഇത് 10 ഇൻറ്റു 11 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 10/2 ചെയ്യുന്ന സമയത്ത് 5 ഇൻറ്റു 11 55 എന്ന് കിട്ടും. ഓക്കെ, ഇനി 1 മുതൽ 100 വരെയാണെന്നുണ്ടെങ്കിലോ സെയിം തന്നെ പ്രൊസീജിയർ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമുല എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊന്ന് ഇറേസ് ചെയ്യുകയാണ്. ഈ ഒരു ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫോർമുല വെച്ചിട്ട് ചില പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്തു നോക്കാനായിട്ട് സാധിക്കും. നോക്കുക, ഈ ഒരു ചോദ്യം നോക്കുക. ദ അരിത്മെറ്റിക് മീൻ ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്. ഇതിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തത്. ഇവിടെ കൊടുക്കുന്നതിൻ്റെ ആവശ്യം എന്തായിരുന്നു? ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ അരിത്മെറ്റിക് മീൻ. കാരണം അരിത്മെറ്റിക് മീൻ കാണുന്ന സമയത്ത് എന്താണ് ചെയ്തത്? സമ്മ് കാണണം അല്ലേ? 1 + 2 + എക്സെട്ര അപ് ടു n ഡിവൈഡർ ബൈ എന്താണ് ചെയ്യുന്നത്? ഡിവൈഡർ ബൈ n. നോക്കുക, 1 + 2 + 3 എക്സെട്ര അപ് ടു n ഡിവൈഡർ ബൈ n. ഇതാണ് ഫോർമുല, ബേസിക് ഫോർമുല ഇതാണ്. സോ ഈ ഒരു ന്യൂമറേറ്ററിലുള്ളതിന് വേണ്ട പ്രത്യേകമായിട്ടൊരു റിസൾട്ട് നമ്മൾ പഠിക്കുകയാണ് n/n+1/2. 1 മുതൽ n വരെയുള്ള ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മിനുള്ള ഫോർമുലയാണ് n/n+1/2. നോക്കുക, 1 + 2 + 3 + എക്സെട്ര അപ് ടു n ഡിവൈഡർ ബൈ n വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഈ ന്യൂമറേറ്ററിലെ ഭാഗത്തിന് എങ്ങനെ എഴുതാം? n/n+1 ഡിവൈഡർ ബൈ 2. അതും താഴെ എഴുതി. ഇവിടെ അതില്ലാണ്ട് എക്സ്ട്രാ ആയിട്ട് n ഉണ്ട്. സോ 2n ആയി. ഓക്കെ, ഈ മുകളിലുള്ള n നോക്കുക, മുകളിലുള്ളൊരു n ഉണ്ട്, താഴെയുള്ളൊരു n ഉണ്ട്. ഇത് രണ്ടും കട്ടായി പോയി. ഫൈനൽ ആൻസർ എന്നുള്ളത് എന്ത് കിട്ടി? n+1 ഡിവൈഡർ ബൈ 2. ആൻസർ എന്താണ്? ഓപ്ഷൻ എ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ദ അരിത്മെറ്റിക് മീൻ ഓഫ് ഫസ്റ്റ് 999 നാച്ചുറൽ നമ്പേഴ്സ്. 999 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ അരിത്മെറ്റിക് മീൻ നമ്മൾ പഠിച്ചില്ലേ? ഇപ്പോൾ തൊട്ട് മുന്നേ ഒരു ഫോർമുല ആയിട്ട് കൂടി ആ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾക്കൊരു ഫോർമുല കിട്ടി. ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ അരിത്മെറ്റിക് മീൻ n+1/2. അപ്പോൾ ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഇവിടെ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? 999. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ n എന്നുള്ളത് എന്താണ്? ഇവിടുത്തെ n എന്നുള്ളത് 999. നമ്മുടെ അരിത്മെറ്റിക് മീനിൻ്റെ ഫോർമുല എന്താണ്? അരിത്മെറ്റിക് മീൻ ഈസ് ഈക്വൽ ടു n+1/2 വിച്ച് ഈസ് ഈക്വൽ ടു 999 + 1 എത്രയാണ്? 1000 ഡിവൈഡർ ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 500. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ആൻസർ എന്തായി? ഓപ്ഷൻ എ. ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കുക. ഇതൊന്ന് ചെയ്തു നോക്കാമോ? നല്ലൊരു പ്രോബ്ലമാണ്. ഈ പ്രോബ്ലം എന്നൊക്കെ പറയാം, പക്ഷെ വളരെ സിമ്പിളാണ്. ഒരു പ്രോബ്ലം ഇങ്ങനെ കാണുന്ന സമയത്ത് ദ മീൻ ഓഫ് n items ഈസ് x bar. If the first term is increased by 1, second term by 2 and so on, then the new mean is. വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. ഞാൻ എഴുതി ചിലപ്പോൾ അത് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമേ ഉള്ളൂ. വലിയ കാര്യമായിട്ടുള്ള വലിയ ക്വസ്റ്റ്യൻ ഒന്നും അല്ല എന്നുള്ള കാര്യം മനസ്സിലാകും. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സോൾവ് ചെയ്യാൻ പറ്റും, ആ ഒരു കോൺഫിഡൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇത് സോൾവ് ചെയ്യണം. ഇതുപോലെയുള്ള പ്രോബ്ലംസ് നിങ്ങൾ സ്വയം സോൾവ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുക, അല്ലേ? നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വണ്ടി ഓടിച്ച് കാണിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ വണ്ടി ഓടിക്കണ്ടേ? നിങ്ങൾ വണ്ടി ഓടിച്ചാലല്ലേ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാനായിട്ട് റോഡിലിറങ്ങി വണ്ടി ഓടിക്കാനായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ടാകുകയുള്ളൂ. അതല്ലാതെ ഞാൻ ഫ്രണ്ടിലിരുന്ന വണ്ടി ഓടിച്ചത് കണ്ടോ എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വണ്ടി ഓടിക്കാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങളും സ്വയം ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, നമ്മളിത് ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അത് വളരെ നല്ലൊരു രീതിയാണ്, നല്ലൊരു പ്രാക്ടീസാണ്, നല്ല പ്രോബ്ലം സോൾവിങ് സ്കില്ല്
വളരുന്ന ഒരു കാര്യം കൂടിയാണ്. ഓക്കെ, കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ വേഗത്തിൽ ആൻസർ കിട്ടിയാൽ മാത്രം പോരാ, വളരെ വേഗത്തിൽ ആൻസർ കിട്ടണം. സ്പീഡ് ആൻഡ് ആക്യുറസി, കൃത്യതയോടുകൂടി നല്ല കൃത്യമായുള്ള ആൻസർ ആയിരിക്കണം. അത് സ്പീഡിൽ കിട്ടുകയും വേണം, അല്ലേ? നമ്മൾ 5 മിനിറ്റ് 6 മിനിറ്റ് എടുത്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യനുകളല്ല, ഒറ്റ മിനിറ്റിനുള്ളിലായിട്ട് തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യനുകളാണ്. അപ്പോൾ അത് പെട്ടെന്ന് ചെയ്യാനും പറ്റും. ഇതൊരു മിനിറ്റിനുള്ളിലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ, വലിയ ബുദ്ധിമുട്ടില്ല അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ദ മീൻ ഓഫ് നോക്കുക, ദ മീൻ ഓഫ് n ഐറ്റംസ് ഈസ് എക്സ് ബാർ എന്ന് നൽകിയിരിക്കുന്നത്. n ഐറ്റംസ് ഏതൊക്കെയാണ് നമ്മൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ തന്നെ നമ്മളത് എക്സ് ആണെന്ന് പറയും, അല്ലേ? അപ്പോൾ ആദ്യത്തെ ഐറ്റത്തെ ഞാൻ x1 എന്ന് പറയുന്നു. ഓക്കെ, രണ്ടാമത്തെ ഐറ്റം x2 എന്ന് പറയുന്നു, മൂന്നാമത്തെ x3 എന്ന് പറയുന്നു, ലാസ്റ്റ് വണ്ണിനെ xn എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കുക, ദ ഫസ്റ്റ് ടേം ഈസ് ഇൻക്രീസ്ഡ് ബൈ 1. അതായത് ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എന്താണ് ചെയ്തിരിക്കുന്നത്? +1 ചെയ്തിരിക്കുന്നു. ഓക്കെ, സെക്കൻഡ് ടേമിൻ്റെ കൂടെ, അതായത് സെക്കൻഡ് ടൈം x2 ആയിരുന്നു, എന്നാൽ ഇപ്പോൾ അത് x2 + 2 ആണ്. നെക്സ്റ്റ് x3 + 3 ആണ്, എക്സെട്ര അപ് ടു ലാസ്റ്റ് എന്നുള്ളത് xn + n ആണ്. ഈ രീതിയിലൊക്കെ മാറിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ ന്യൂ മീൻ, പുതിയ മീൻ, ഓക്കെ, അതിന് നമുക്ക് അരിത്തമെറ്റിക് മീൻ എന്ന് പറയാം. അരിത്തമെറ്റിക് മീൻ നമുക്കിനി കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള അരിത്തമെറ്റിക് മീൻ എന്നുള്ളത് അങ്ങനെ എഴുതാം: x1 + 1 + x2 + 2 + x3 + 3 + എക്സെട്ര അപ് ടു xn + n ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ് ചെയ്യേണ്ടത്? ഇനി നമ്പർ ഓഫ് ഒബ്സർവേഷനിൽ മാറ്റമൊന്നും വന്നിട്ടില്ലല്ലോ, ദ ഹോൾ ഡിവൈഡഡ് ബൈ n തന്നെയാണ്, അല്ലേ? അപ്പോൾ ഇതിന് ഞാൻ ഒന്നുകൂടി ഒന്ന് മാറ്റം വരുത്തുകയാണ്. ഈ x1 x2 x3 ഇതിനെല്ലാം തന്നെ ഒരുമിച്ച് എഴുതുകയാണ്. x1 + x2 + എക്സെട്ര അപ് ടു xn ദ ഹോൾ ഡിവൈഡഡ് ബൈ n ഒരുമിച്ച് എഴുതിയല്ലോ. ഇനി എന്താണ് ചെയ്യുന്നത്? ഇങ്ങനെ എഴുതണ്ട, കുറച്ചുകൂടി നീട്ടിട്ട് അല്ലേ? ബാക്കിയുള്ള ടൈംസ് എഴുതിയിട്ടില്ലല്ലോ, അത് വിട്ടുപോയി. +1 + 2 + എക്സെട്ര അപ് ടു n. ഓക്കെ, ഇതൊരു ബ്രാക്കറ്റിലിടാം, ഇത് വേറൊരു ബ്രാക്കറ്റിൽ. നമ്മളിത് സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. സ്പ്ലിറ്റ് ചെയ്ത് ഓൾറെഡി, ഒന്നുകൂടി സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ടൈം x1 + x2 + എക്സെട്ര അപ് ടു xn ഡിവൈഡഡ് ബൈ n പ്ലസ് ഇനി എന്താണ് 1 + 2 + എക്സെട്ര അപ് ടു n ഡിവൈഡഡ് ബൈ n. ഫസ്റ്റ് ടൈം എന്ത് തന്നെയാണ്? ഫസ്റ്റ് ടൈം എന്നുള്ളത് ഇത് എക്സ് ബാർ ആകുന്നു, അല്ലേ? എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം തന്നെ പറയുന്നുണ്ടല്ലോ, n ഐറ്റത്തിൻ്റെ ആദ്യം തന്നെ നമുക്ക് നൽകിയിരിക്കുന്ന n ഐറ്റംസിൻ്റെ മീന്, അല്ലേ? x1 + x2 + എക്സെട്ര അപ് ടു xn ഡിവൈഡഡ് ബൈ n, അതാണ് എക്സ് ബാർ. പ്ലസ് 1 + 2 + എക്സെട്ര അപ് ടു n ഡിവൈഡഡ് ബൈ n എത്രയാണ് കിട്ടുന്നത്? നമ്മൾ ഓൾറെഡി അത് കണ്ടതാണ്, n + 1/2. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാമോ? ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഫോർമുലാസ് ഒക്കെ നമ്മൾ പതിയെ ഒന്ന് പഠിക്കും. ദ മീൻ ഓഫ് 1 2 3 എക്സെട്ര അപ് ടു k, 1 മുതൽ k വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ മീൻ എന്നുള്ളത് 6k ഡിവൈഡഡ് ബൈ 11 ആണെന്ന് ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുകയാണ്. ജനറലി നമുക്ക് തന്നെ പറയാൻ പറ്റില്ല കേട്ടോ, ഇവിടെ തന്നെ പറയുകയാണ്. അങ്ങനെയെങ്കിൽ k എന്തായിരിക്കണം? k എന്താക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ എഴുതുവാനായിട്ട് സാധിക്കുക? എങ്ങനെയാണ് ചെയ്യേണ്ടത്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, ഒരു പ്രയാസവും 1 മുതൽ k വരെയുള്ള ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ അരിത്തമെറ്റിക് മീൻ എന്താണെന്ന് പഠിച്ചത്? n + 1/2. അപ്പോൾ ഇവിടെ എന്താണ് കിട്ടുന്നത്? ഫസ്റ്റ് k അല്ലേ? അപ്പോൾ അത് k + 1/2, അതാണ് അരിത്തമെറ്റിക് മീൻ. ആദ്യത്തെ k നാച്ചുറൽ നമ്പേഴ്സിൻ്റെ അരിത്തമെറ്റിക് മീൻ k + 1/2. ദിസ് ഈസ് ഈക്വൽ ടു 6k ഡിവൈഡഡ് ബൈ 11 ആണല്ലോ. ഇതിൽ സംശയമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്താണ്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 11 ഇൻറ്റു k + 1 വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 6k. ഇത്രയും എഴുതാമല്ലോ. ഇനി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക. 11 ഇൻറ്റു k 11k പ്ലസ് 11 ഈസ് ഈക്വൽ ടു 12k. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്കിവിടെ 11 ഈസ് ഈക്വൽ ടു 12, സോറി ജസ്റ്റ് ഒന്ന് റേസ് ചെയ്യുകയാണ്. 11 ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 11 ഈസ് ഈക്വൽ ടു 12k മൈനസ് 11k വിച്ച് ഈസ് ഈക്വൽ ടു k. നർത്തം എന്താണ്? k ഈസ് ഈക്വൽ ടു 11.
വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യനാണ്. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, ആ മീനിൻ്റെ ഫോർമുല എന്ന് അറിഞ്ഞിരിക്കണം. 1 മുതൽ k വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ മീനിൻ്റെ ഫോർമുല k+1/2. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു സമേഷൻ xi ഡിവൈഡ് ബൈ n, ആ ഡെഫിനേഷൻ പ്രകാരം തന്നെ ദെൻ ദി മീൻ ഓഫ് xi + 2i വേർ i ഈക്വൽ ടു 1 2 3 എക്സെട്ര അപ് ടു n എന്താണെന്നാണ് ചോദിച്ചു. ഈ ചോദ്യം പെട്ടെന്ന് കാണുന്ന സമയത്ത് മനസ്സിലാകണമെന്നില്ല, പക്ഷേ ഇതുപോലെ തന്നെ നമ്മളൊരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞതാണ്. നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് എല്ലാ വാല്യൂസിൻ്റെ കൂടെ x1ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നു, x2ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുന്നു, x3യുടെ കൂടെ 3 ആഡ് ചെയ്യുന്നു, അങ്ങനെ ചെയ്തില്ലേ? ഇവിടെ 1നും 2നും പകരമായിട്ട് അതിൻ്റെ 2ൻ്റെ മൾട്ടിപ്പിൾസ്, അതായത് ഒന്ന് നമ്മളൊക്കെ എഴുതുന്ന സമയത്ത് അത് കുറച്ചുകൂടി ലളിതമാകാം. സോ ബേസിക്കലി ആദ്യം ഉണ്ടായിരുന്ന വാല്യൂസ് x1, x2, x3 എക്സെട്ര അപ് ടു xn ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അത് അങ്ങനെയല്ല. x1ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യുന്നു? x1ൻ്റെ കൂടെ എന്താണ് ആഡ് ചെയ്യുന്നത്? നോക്കുക, xiയുടെ കൂടെ 2i ആഡ് ചെയ്യുന്നു. അതായത് i = 1 2 3 എക്സെട്ര അപ് ടു n എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ i = 1 ആവുന്ന സമയത്ത് x1ൻ്റെ കൂടെ 2 ആഡ് ചെയ്യും. x2ൻ്റെ കൂടെയോ? x2ൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് എന്താണ്? 2 × i. 2 × i എത്രയാണ്? 4. ഓക്കെ. x3യുടെ കൂടെയോ? x3യുടെ കൂടെ ആഡ് ചെയ്യുന്നത് എന്താണ്? 2 × 3 അഥവാ 6 പ്ലസ് എക്സെട്ര അപ് ടു എവിടെ വരെ പോകുന്നത്? xnൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യുന്നു? 2n ആഡ് ചെയ്യുന്നു. 2 × n ആഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ഒരു പുതിയ മീൻ എങ്ങനെയായിരിക്കും? ന്യൂ മീൻ. ഓക്കെ, xi + 2i ആയിട്ട് മാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും മീൻ? അപ്പോൾ നമുക്കതിനെ അരിത്തമെറ്റിക് മീൻ എന്ന് എഴുതാം. അരിത്തമെറ്റിക് മീൻ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതണം? നമുക്ക് ഇപ്പോൾ തന്നെ അതൊന്ന് ഒരുമിച്ച് ആയിക്കൂടെ? x1, x2, x3 എക്സെട്ര അപ് ടു x1 വരെയുള്ള ടൈംസ് നമുക്ക് ഒരുമിച്ച് എഴുതിക്കൂടെ? നമ്മൾ നേരത്തെ ഇതുപോലെ ചെയ്താണല്ലോ ഒരു പ്രോബ്ലം. സോ x1 പ്ലസ് x2 പ്ലസ് x3 എക്സെട്ര അപ് ടു xn ഒരുമിച്ച് എഴുതുകയാണ്. ബാക്കിയുള്ള ടൈംസ് എങ്ങനെ എഴുതാം? 2 + 4 പ്ലസ് ആണ് എക്സെട്ര അപ് ടു 2 × n. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്? ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? n ചെയ്യണം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, സ്പ്ലിറ്റ് എഴുതാം. സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ഭാഗം? ഈ ഒരു ഭാഗം എവിടെ വരെ എടുക്കാം? ഇവിടെ വരെ എടുക്കാം. ബാക്കിയുള്ളത് 2 4 6 ഈ ടൈംസ് എല്ലാം തന്നെ ഇവിടെ 6 വരും. ഈ ടൈം എല്ലാം തന്നെ സെപ്പറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ ഫസ്റ്റ് ടൈം എന്നുള്ളത് എന്ത് എഴുതാം? x1 + x2 + എക്സെട്ര അപ് ടു xn ഡിവൈഡഡ് ബൈ n എങ്ങനെ എഴുതാം? അതിന് x ബാർ എന്ന് എഴുതി കൂടെ? ഇനിയിപ്പോൾ എഴുതാമല്ലോ, നമുക്കറിയാം ഇത് x ബാർ ആണ്. അടുത്തത് 2 + 4 + എക്സെട്ര അപ് ടു 2n. ഇതാണ് പ്രശ്നം. ഇവിടെ നമുക്ക് ഓരോന്നിനെയും 2 വെളിയിലേക്ക് എടുക്കാം. അതായത് 2 വെളിയിലേക്ക് എടുക്കുന്നു എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന 2 4 6 ഉണ്ടല്ലോ, അതിൽ 2 വെളിയിലേക്ക് എടുക്കുകയാണ്. 2 വെച്ചിട്ട് നമുക്ക് വെളിയിൽ മൾട്ടിപ്ലൈ ചെയ്യാം. സോ 2 × 1 എത്രയാണ് കിട്ടുന്നത്? 2 കിട്ടും. പ്ലസ് 2 × 2 എത്ര കിട്ടും? 4 കിട്ടി. 2 × 3 എത്ര കിട്ടും? 6 കിട്ടും. എക്സെട്ര അപ് ടു എവിടെ വരെ ആഡ് ചെയ്യാം? 2 × n. അപ്പോൾ ഈ 2 × 1 + 2 + എക്സെട്ര അപ് ടു n-ഉം 2 + 4 + 6 എക്സെട്ര അപ് ടു 2n തന്നെയാണ്, ഒന്ന് തന്നെയാണ്. ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? n ചെയ്യണം. ഓക്കെ, ഇനി നോക്കുക, ദിസ് ഈസ് ഈക്വൽ ടു x ബാർ പ്ലസ് 2 ടൈംസ് 1 + 2 + എക്സെട്ര അപ് ടു n-ൻ്റെ വാല്യൂ എന്താണ്? ഇവിടെ n ഓൾറെഡി ഉണ്ട്. എത്രയാണ് കിട്ടുക? n × n + 1/2 അല്ലേ? സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്നുള്ളത് n × n + 1/2. ഓക്കെ, ഇപ്പോൾ ചില വാല്യൂസ് ഇവിടെ n കട്ടായി പോയി, ഇവിടെ 2 കട്ടായി പോയി. ബാലൻസ് അവശേഷിക്കുന്നത് എന്താണ്? x ബാർ പ്ലസ് എന്തൊക്കെയുണ്ട് പിന്നെ? n + 1. ഏതാണ്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. അപ്പോൾ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണോ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണോ? ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താ ബുദ്ധിമുട്ട്? ഇത് ശരിക്കും സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് അത്യാവശ്യം ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഓക്കെ, ഈ തോന്നൽ മാറ്റാനായിട്ട് എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ
ഈ രീതിയിലെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു മെത്തേഡ് എന്താണ്, പ്രൊസീജിയർ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി എടുക്കുവാനായിട്ട് സാധിക്കുന്നു. ആദ്യം നമ്മൾ തന്നിരിക്കുന്നത് അതേപോലെ തന്നെ എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നൽകിയിരിക്കുന്നതെല്ലാം തന്നെ ഒരുമിച്ചാക്കുന്നു, അറിയാവുന്നത് എക്സ് ബാർ നമ്മൾ എഴുതുന്നു, ബാക്കിയുള്ള ടൈംസ് സെപ്പറേറ്റ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് വീണ്ടും എക്സ്ട്രാ ആയിട്ടൊരു ഫോർമുല അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ഫൈനലായിട്ടുള്ള ആൻസറിലേക്ക് നമ്മൾ എത്തപ്പെടുന്നു. ഓക്കെ, കുറച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കതൊരു ശീലമാകും. പിന്നെ അതൊക്കെ ചെയ്യാനായിട്ട് നല്ലൊരു കോൺഫിഡൻസ് അവിടെ ലഭിക്കുകയും ചെയ്യും. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക, അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ പ്രാവശ്യം തന്നെ ചെയ്തു നോക്കുന്ന സമയത്ത് തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് വേണമെന്ന് ചെയ്ത് നോക്കാം, തെറ്റിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാലോ. ഇഫ് ദ മീൻ ഓഫ് ദി നമ്പേഴ്സ് 1, 2, 3 എക്സെട്ര അപ് ടു 99, എക്സ് ഈ 100 നമ്പേഴ്സാണ്, 1 മുതൽ 99 വരെ 99 നമ്പേഴ്സ് ഉണ്ട്. അതിൻ്റെ കൂടെ 100th നമ്പർ ആയിട്ടുള്ളത് എക്സ് ആണ്, 100 അല്ല. അങ്ങനെ 100 നമ്പേഴ്സിൻ്റെ മീൻ എന്ന് പറയുന്നത് 100x ആണ്. അങ്ങനെയെങ്കിൽ എക്സ് എന്താണ്? നമുക്കറിയാവുന്ന ഫോർമുലാസ് വെച്ച് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് എങ്ങനെ എഴുതാം? ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് എഴുതി നോക്കാം. എഴുതി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏകദേശം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. നോക്കുക, ഇവിടെ നമുക്ക് അരിത്തമെറ്റിക് മീൻ ഒന്ന് കണ്ടുപിടിക്കാം. 1 + 2 + 3 + എക്സെട്ര അപ് ടു 99 പ്ലസ് എക്സ് അല്ലേ, ഇവിടെ വരെയല്ലേ പറഞ്ഞത്, ദ ഹോൾ ഡിവൈഡഡ് ബൈ 100. അങ്ങനെ 100 വാല്യൂസിൻ്റെ സം കൊണ്ട് ഡിവൈഡ് ബൈ 100 കാണുന്നു. അപ്പോൾ എന്ത് കിട്ടുന്നു? മീൻ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 100x. ഇതാണ് നമ്മളുടെ കൈവശമുള്ളത്. ഓക്കെ, ഇതാണ് നമ്മളുടെ കൈവശമുള്ളത്. ഇനി നമ്മൾ ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെ ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഈ ഒരു 1 മുതൽ 199 വരെയുള്ള ആ ഒരു നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. എന്താണ് സമ്മ് ഫോർമുല? ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഫോർമുല എന്തായിരുന്നു? n × n + 1/2 അല്ലേ. അപ്പോൾ ഫസ്റ്റ് 99 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മിൻ്റെ ഫോർമുല എന്താണ്? n × പിന്നെന്താണ് 100 അല്ലേ. n + 1 എന്ന് പറയുമ്പോൾ 100 ഡിവൈഡഡ് ബൈ 2 പ്ലസ് എക്സ് അല്ലേ, ദ ഹോൾ ഡിവൈഡഡ് ബൈ 100. ദിസ് ഈസ് ഈക്വൽ ടു 100x. ഓക്കെ, അപ്പോൾ ഈ 99 × 100 എന്നുള്ളത് 99 × 100 ഡിവൈഡഡ് ബൈ 2 എന്നല്ലേ, നമുക്ക് 50 എഴുതി കൂടെ. 50 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു പിന്നെന്താ എഴുതുക? 1000 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് 10,000x. അപ്പോൾ ഈ ഒരു എക്സ്, ഈ ലെഫ്റ്റ് സൈഡിലുള്ള എക്സിനെ നമുക്ക് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നൂടെ? അപ്പോൾ എന്താണ് പറ്റുക? 99 × 50 ഈസ് ഈക്വൽ ടു 999x. 10,000x മൈനസ് എക്സ് എന്ത് കിട്ടും? 9,999x എന്ന് കിട്ടും. ഓക്കെ, ഇനി ചെയ്യേണ്ടതാണ് കാൽക്കുലേഷൻ. ഇനിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നോക്കുക, ഈ 99 നമുക്ക് എങ്ങനെ എഴുതാം? 9 × 11 എഴുതാം. × 50 ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ നോക്കുകയാണ്. ഈ 9,999 എങ്ങനെ എഴുതാം? അഗെയിൻ 9 × 111x എന്ന് എഴുതാം. അപ്പോൾ ഓൾറെഡി ഇവിടെ നമുക്ക് 9 കട്ട് ചെയ്യാം. പിന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ജസ്റ്റ് റൈറ്റ് സൈഡിലേക്ക് അത് കൊണ്ടുവരികയാണ്. 11 × 50 ഞാൻ ഡിനോമിനേറ്ററിലേക്ക് എടുക്കുകയാണത്. 1111 ഇത്രയാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു എക്സ്. ഇതാണ് എക്സിൻ്റെ വാല്യൂ. ഈ 1111 നമുക്ക് എങ്ങനെ എഴുതാമെന്ന് അറിയോ? 1111 നമുക്ക് എങ്ങനെ എഴുതാം? 101 × 11 എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഇവിടെ ഇങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾക്ക് ചില കൺഫ്യൂഷൻസ് വരുന്നത്. ഒബ്വിയസ്ലി ഇവിടെ 50 വെച്ചിട്ടൊന്നും 50യുടെ മൾട്ടിപ്പിൾസ് വെച്ചിട്ടൊന്നും തന്നെ നമുക്ക് 50യുടെ മൾട്ടിപ്പിൾ വെച്ചിട്ട് ഈ ഡിനോമിനേറ്ററിലുള്ള വാല്യൂസ് നമുക്ക് ഡിവൈഡ് ചെയ്ത് കളയാനായിട്ട് പറ്റില്ല. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് 11 വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. സോ 1111 ഡിവൈഡഡ് ബൈ 11 ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് 101 ആൻസർ ആയിട്ട് വരും. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇവിടെ 11 പോയി, ഇവിടെ 11 പോയി, ബാക്കി ബാലൻസ് വരുന്നത് 101. സോ എക്സ് ഈസ് ഈക്വൽ ടു 50 ഡിവൈഡഡ് ബൈ എന്തെന്ന് കിട്ടും? 101 എന്ന് കിട്ടും, വിച്ച് ഈസ് ഓപ്ഷൻ ഇ. ഇത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. എന്നാലും നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. ഇവിടെ പ്രശ്നം വന്നത് എപ്പോഴാണ്? ഇവിടെ പ്രശ്നം വന്നത് ഏറ്റവും അവസാനമാണ് അല്ലേ. നമ്മൾ കോൺസെപ്റ്റ് ക്ലിയർ ആയി, ഏറ്റവും അവസാനം ഇവിടെ വരെ എത്തി. ഇവിടെ വരെ എത്തിയിട്ട് പിന്നെയുള്ളത് സിംപ്ലിഫിക്കേഷൻ ആണ്. സിംപ്ലിഫിക്കേഷൻ കുറച്ച് ബുദ്ധിമുട്ടായി മാറി. പക്ഷേ ആ കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്തുവാനായിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നും വന്നില്ല.
ആൻസർ കണ്ടുപിടിക്കാനൊക്കെ പറ്റും. പിന്നെ സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മളുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് മാറാം. പിന്നെ നമുക്ക് ചിന്തിക്കാവുന്ന ഇങ്ങനെയാണ്, 11 × 50 / 1111 ഉണ്ട്. 50 വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, 1111. അപ്പോൾ പിന്നെ ചെയ്യാൻ പറ്റുന്ന 11 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കുക, 1111. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് 101 എന്ന് കിട്ടും. അപ്പോൾ ഞാൻ അത് തന്നെ കാൽക്കുലേറ്റർ ഇല്ലാതെ ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി. 1111 നമുക്ക് 11 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻ. ഒന്ന് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം. അങ്ങനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഓപ്ഷൻ ഇ 50 / 101 എന്ന് കിട്ടുകയാണ് ചെയ്തത്. അപ്പോൾ ഈ രീതിയിൽ ധാരാളം പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ളതല്ല, നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എക്സാമിന് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് വായിക്കുകയും അതെങ്ങനെയാണ് ചെയ്യുക എന്ന കാര്യം മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യുന്നതാണ്. ഓക്കെ.